ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 56. രുചിരകമ്പിതകുണ്ഠലമണ്ഡലസുചിരമീശനനർത്തിധപന്നഗേ അമരതാഡിതദുന്ദുഭിസുന്ദരം വിയതി ഗായതി ദൈവതയൗവതേ. നമതി യദ്യതമുഷ്യ ശിരോ ഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരധാ കരതാളമനോഹരം. ത്വദവഭഗ്നവിഭുഗ്നഭണാഗണേ ഗളിതശോണിതശോണിതപാധസി ഭണിപദാവവസീദതി സന്നദാസ്തദബലാസ്തവ മാധവപാദയോഃ. അയി പുരൈവ ചിരായ പരിശ്രുതത്വദനുഭാവവിലീനഹൃദോഹിതാ മുനിഭിരപ്യനവാപ്യപഥൈസ്തവൈർനനുപുരീശ ഭവന്തമയന്ത്രിതം. ഭണിവധൂഗണഭക്തിവിലോകന പ്രവികസൽക്കരുണാകുലചേതസാ ഭണിപതിർഭവദാച്യുതജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമൽ. രമണകം വ്രജവാരിധിമധ്യഗം ഭണിരിപൂർണകരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഭണിപതിർനിരഗാതുരഗൈഃ സമം. ഭണിവധൂജനദത്തമണിവ്രജജ്വലിതഹാരദുകൂലവിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗധാ സ്വജനൈർദിവസാവധൗ. നിശി പുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമ ഏവ ജനോൽക്കരേ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ദവകൃശാനുരരുന്ധസമന്ദത. പ്രബുധിതാനഥ പാലയ പാലയേത്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാഥമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. ശിഖിനിവർണ്ണത ഏവ ഹി പീതതാ പരിലസത്യധുനാ ക്രിയയാപ്യസൗ. ഇതി നുതഃ പശുപൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈഃ സഹ മേ ഗദാൻ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. വേദവ്യേസിതനാഥായ പരാശരസുതായ ച ശുകായാനന്ദരൂപായ തസ്മൈ ശ്രീ വ്യാസായ തേ നമഃ. നമഃ ശിവായ ശാന്തായ ശുദ്ധായ പരമാത്മനെ സച്ചിദാനന്ദരൂപായ ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. നാരായണീയം ദശകം 54, 55, 56 ഈ 3 ദശകങ്ങളിലായിട്ടാണ് കാളിയമർദ്ദനം വർണ്ണിച്ചിരിക്കുന്നത്. 54, 55 ദശകങ്ങളിലെ ഭാഗം ഒന്ന് വിവരിച്ചു പറയാം. അതിനുശേഷം 55-ാം ദശകവും അതിനുശേഷം
56-ാം ദശകത്തിലെ കഥാഭാഗം കഴിയുന്ന രീതിയിൽ വിവരിക്കാൻ ശ്രമിക്കാം. കാളിന്തി നദിയിൽ വസിച്ചിരുന്ന കാളിയ സർപ്പത്തിന്റെ വിഷജ്വാലകൾ ആ നദീതീരത്ത് നിന്നിരുന്ന വൃക്ഷങ്ങളെ നശിപ്പിച്ചു. മാത്രമല്ല ആകാശചാരികളായ പറവകൾ പോലും കരിഞ്ഞു താഴെ വീണു. ഇങ്ങനെയുള്ള സങ്കടാവസ്ഥയിൽ ഭഗവാന്റെ മനസ്സ് കരുണാനിർഭരമായി തീർന്നു. യമുനാ തീരത്തിലെ വനപ്രദേശത്തേക്ക് ഗോക്കളെയും ഗോപബാലരെയും കൂട്ടി പുറപ്പെട്ടു ഭഗവാൻ. കൊടും ചൂടേറ്റ് തപിച്ച അവർ ദാഹം തീർത്തതോ ആ വിഷജലവും. തൽക്ഷണം തന്നെ അവരെല്ലാം പ്രാണൻ വെടിഞ്ഞു. ദയാർദ്രനായ ഭഗവാൻ അവരെ കടാക്ഷിച്ച് ജീവൻ കൊടുത്തു. മുമ്പത്തെക്കാളേറെ ഉന്മേഷത്തോടെ ഭഗവാനെ വീക്ഷിച്ചുകൊണ്ടും ആനന്ദാശ്രുക്കൾ പൊഴിച്ചും അവരെല്ലാം ഭഗവാന് ചുറ്റും കൂടി. പിന്നീട് ആ കാളിയന്റെ ദർപ്പം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ് ഭഗവാൻ. കദംബ വൃക്ഷം, യമുനാ നദീ തീരത്തിലെ ആ കദംബ വൃക്ഷത്തിന്റെ ചില്ലയിൽ നിന്ന് നദിയിലേക്ക് എടുത്തു ചാടി ഭഗവാൻ. ജ്വലിക്കുന്ന നേത്രങ്ങളോടുകൂടിയ ആ ഘോര സർപ്പം അനന്തമായ ശക്തിയോടുകൂടി അങ്ങയെ പലവട്ടം കൊത്തുകയും ശരീരത്തെ ചുറ്റി മുറുക്കുകയും ചെയ്തു. കണ്ണനെ കാണാതെ പരിഭ്രാന്തരായ ഗോപന്മാർ പരിഭ്രമിച്ച് ആ നദീതീരത്തെത്തി. ഒരു വേള ജീവൻ വെടിയാൻ പോലും തയ്യാറായി അവർ. പെട്ടെന്ന് സർപ്പത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തനായിട്ട് പുഞ്ചിരിയോടുകൂടി മുകളിലേക്ക് പൊന്തി വന്നു അവിടുന്ന്. പിന്നീട് സർപ്പരാജന്റെ ഭണങ്ങളിൽ കയറി നിന്ന് മന്ദഹാസ മധുര കാന്തിയോടെ കാൽത്തളകൾ ഇളകുന്ന മധുര ശബ്ദത്തോടെ കൈവളകളുടെ കിലുക്കത്തോടുകൂടി നൃത്തം ചെയ്തു. ദേവവൃന്ദങ്ങൾ ദുന്ദുഭി മുഴക്കി. അതിനൊത്ത് അപ്സരസുകളുടെ മനോഹര ഗാനം. ആ ഗാനത്തിനൊപ്പിച്ച് ഭഗവാനെ അവിടുത്തെ കുണ്ടലങ്ങൾ ഇളകിയാടി. കാളിയ ഭണങ്ങളിൽ തൃക്കാലുകൾ ചേർത്ത് മോഹന നൃത്തം. അത് വർണ്ണനാതീതം. ഓരോരോ ഭണങ്ങളിൽ മാറി മാറി ചവിട്ടി അങ്ങനെ എല്ലാ ശിരസുകളും താഴുന്നത് വരെ കൈകൾ കൊണ്ട് താളം പിടിച്ചും വളരെ നേരം ആ നൃത്തം തുടർന്നു. മർദ്ദിച്ച് താഴ്ത്തിയ ഭണങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്ന രക്തത്തിന്റെ നിറം മൂലം യമുനാജലം മുഴുവൻ ചുവപ്പ് നിറമാർന്നതായി തീർന്നു. അങ്ങനെ തളർന്ന അവശനായി സർപ്പരാജൻ. ഇത് കണ്ട സർപ്പപത്നിമാർ ഭഗവത് പാദാരവിന്ദങ്ങളിൽ വീണ് വണങ്ങി പതിയുടെ ജീവന് വേണ്ടി യാചിച്ചു. അവരാണെങ്കിലോ മുമ്പ് തന്നെ അങ്ങയെ പറ്റി കേട്ടിട്ടുണ്ട്. അങ്ങയിൽ ലയിച്ച മനസ്സോട് കൂടിയവരായിരുന്നു അവർ. അതിനാലാണ് കഠിന തപസ്സുകൾ ചെയ്യുന്ന മുനിമാർക്ക് പോലും ദുർലഭമായി മാത്രം ലഭിക്കുന്ന അവിടുത്തെ ദർശനം അവർക്ക് സിദ്ധിച്ചത്. അവർ
സ്തുതിഗീതങ്ങൾ കൊണ്ട് ഭഗവാനെ വാഴ്ത്തി. സർപ്പപത്നിമാരുടെ അളവറ്റ ഭക്തിയിൽ അങ്ങ് പ്രസാദിച്ചു. ആ കാളിയനോട് പിന്നീട് അദ്ദേഹം ഇപ്രകാരം അരുളി ചെയ്തു: വാരിധി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന രമണകദ്വീപിലേക്ക് പോയിക്കൊള്ളൂ. എന്റെ പാദസ്പർശനമേറ്റ നിന്റെ നേർക്ക് ഗരുഡന്റെ ആക്രമണം ഇനി ഉണ്ടാവില്ല. ഭഗവാന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് സന്തോഷപൂർണമായ ഹൃദയത്തോടെ മറ്റ് സർപ്പങ്ങളോടുകൂടി കാളിയൻ യാത്രയായി. സർപ്പപത്നിമാർ നൽകിയ അനർഘ രത്നങ്ങളാൽ ശോഭിക്കുന്ന മാലകൾ ധരിച്ചും മറ്റു പട്ടുവസ്ത്രങ്ങളും എല്ലാം അണിഞ്ഞ് വിഭൂഷിത ശരീരനായിട്ട് അവിടുന്ന് ആ യമുനാ നദിയുടെ അന്തർഭാഗത്ത് നിന്ന് ഉപരിതലത്തിൽ തിരിച്ചെത്തി. തന്നെ കാത്ത് യമുനാ തടത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ഗോപന്മാർ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു നിന്നു. സമയമേറെ വൈകി, ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അതിനാൽ ആ വനത്തിൽ നിന്ന് ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് സാധിച്ചില്ല. ക്ഷീണം അതികഠിനമായി ഉണ്ടായിരുന്നു. അവർ ഗോപബാലന്മാർ ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞപ്പോൾ നാലുപാടും ഭീകരമായ കാട്ടുതീ പരന്നു തുടങ്ങി. കാട്ടുതീയുടെ കോലാഹലങ്ങളൊക്കെ കേട്ട് ഉണർന്നെണീറ്റ ആ ഗോപന്മാർ രക്ഷയ്ക്ക് വേണ്ടി ഭഗവാനെ വിളിച്ച് കേഴാൻ തുടങ്ങി. അവരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് അവിടുന്ന് ആ മഹാ അഗ്നിയെ പാനം ചെയ്തു. മേൽപ്പത്തൂർ പറയാണ്, ഇതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അഗ്നി അങ്ങയുടെ മുഖം തന്നെയാണല്ലോ. വർണ്ണം കൊണ്ട് മാത്രം പീതതയുണ്ടായിരുന്ന അഗ്നിയെ അവിടുന്ന് പാനം ചെയ്യുകയാൽ ക്രിയാരൂപത്തിലും അതിന് പീതത എന്ന അവസ്ഥയുണ്ടായി എന്നാണ് പറയുന്നത്. ആപത്തുകളിൽ നിന്ന് രക്ഷ നേടിയ ആ ഗോപന്മാർ സന്തുഷ്ടരായി അങ്ങയെ സ്തുതിച്ചു. എൻ്റെ എല്ലാ പാപങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതാക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ ദശകം ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളെയും പാപങ്ങളെയും ആ കരുണാമയൻ ഇല്ലാതാക്കട്ടെ എന്ന പ്രാർത്ഥന നമുക്കും ഭഗവാന് മുന്നിൽ സമർപ്പിക്കാം. ഈ വാക്കുകൾ ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.